നമസ്കാരം. നമ്മൾ +1 അക്കൗണ്ടൻസിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒറിജിൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഒറിജിൻ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അക്കൗണ്ടൻസിയുടെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അക്കൗണ്ടൻസി എന്ന് പറയുന്നത് പുതിയ സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പുതിയ കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്ലാസ്സുകളും തുടക്കം തൊട്ട് നല്ല രീതിയിൽ കേട്ട് പഠിക്കണം, നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിക്കണം. മനസ്സിലായി എന്തെങ്കിലും മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. കാരണം ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാലോ, അപ്പോൾ നമ്മളൊരു വീട് പണിയണം. ഒരു വീട് പണിയുമ്പോൾ ആ വീടിൻ്റെ ബലം സ്ട്രോങ് എന്ന് പറയുന്നത് അതിൻ്റെ തറ, അതായത് ബേസാണ്, ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആയി കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഉയർത്തുന്ന വീടും സ്ട്രോങ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസി അല്ലേ. അക്കൗണ്ടൻസിയുടെ ബേസ് നമ്മൾ ക്ലിയർ ആക്കണം, അത് സ്ട്രോങ് ആക്കിയിടുക. സ്ട്രോങ് ആക്കിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമുക്കും സ്ട്രോങ് ആയിരിക്കും, വളരെ നന്നായി മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബേസ് ആണ് നമ്മൾ തുടക്കം ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കുന്നത് അല്ലേ. ആ ബേസ് നല്ലപോലെ മനസ്സിലാക്കി പഠിക്കണം നിങ്ങൾ കേട്ടോ. എന്ത് കൺഫ്യൂഷൻസോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അവൈലബിൾ ആണ്. ഞാനായാലും അമർമാഷായാലും എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം പ്രവൃത്തി എന്നാണ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താ, ബിസിനസ്സുകാരൻ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല ബിസിനസ് സ്ഥാപനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ബിസിനസ് സ്ഥാപനത്തിൽ അവർ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അല്ലേ. എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ആ ബിസിനസ്സുകാരൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിൽ നമുക്കറിയാം, ഒരു കട നമ്മളെടുത്തു അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമ്മളെടുത്തു. ആ ഷോപ്പിൽ ഒരു ബിസിനസ്സുകാരൻ അല്ലേ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവും അല്ലേ. വാങ്ങിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ബയ്യിങ് എന്നാണ്. ഈ വാങ്ങിച്ച സാധനങ്ങൾ അവരെന്ത് ചെയ്യും, വിൽക്കും, സെല്ലിങ് ആണ് അല്ലേ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, പണ്ടുണ്ടായിരുന്നതാണ് എക്സ്ചേഞ്ചിങ് എന്ന് പറയും. നമ്മൾ ബാർട്ടർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം കൈമാറുന്ന സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, എനി ആക്ട് ഓഫ് എ ബിസിനസ് വിച്ച് include buying, selling or exchanging goods and services for value ഈസ് ടേംഡ് ആസ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്, എനി ആക്ട് ഓഫ് എ ബിസിനസ്സിൻ്റെ ഏതൊരു ആക്റ്റും ആവാം, പ്രവൃത്തിയും ആവാം, വിച്ച് ഇൻക്ലൂഡ് അല്ലേ, അതിലടങ്ങുന്നു എന്തൊക്കെ, ബയ്യിങ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക, സെല്ലിങ് വിൽക്കുക, ഓർ എക്സ്ചേഞ്ചിങ് കൈമാറ്റം ചെയ്യുക. എന്ത് വാങ്ങിക്കുന്നു, എന്ത് വിൽക്കുന്നു, എന്ത് കൈമാറ്റം ചെയ്യുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അല്ലേ, സാധനങ്ങളും സേവനങ്ങളുമാണ്. അത് ഫോർ വാല്യൂ എന്തിനായിരിക്കണം, വിലയ്ക്കായിരിക്കണം, പൈസയ്ക്കായിരിക്കണം.
ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു വസ്തു അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതായാലും വിൽക്കുന്നതായാലും അത് പൈസയ്ക്കായിരിക്കണം. പൈസയ്ക്ക് വാങ്ങിച്ചാലേ അല്ലെങ്കിൽ വിറ്റാലേ നമുക്കതിനെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മുടെ വീട്ടിൽ കുറേ മാങ്ങ ഉണ്ടായി അല്ലെങ്കിൽ കുറേ ചക്ക ഉണ്ടായി. ഈ മാങ്ങ ചക്ക നമ്മൾ എന്ത് ചെയ്യും? അടുത്ത വീട്ടുകാർക്ക് കൊണ്ടു കൊടുക്കും അല്ലേ? അടുത്ത വീട്ടുകാർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ അവരെ കയ്യിൽ നമ്മൾ പൈസ വാങ്ങിക്കുമോ? ഇല്ല. അപ്പോൾ അത് ബിസിനസ് അല്ല, ബിസിനസ് ട്രാൻസാക്ഷൻ അല്ല. മനസ്സിലായ? കാരണം അതിലെന്തില്ല? വാല്യൂ ഇല്ല, വാല്യൂ ഇല്ല. നേരെ മറിച്ച് നിങ്ങളുടെ വീട്ടിലുണ്ടായ മാങ്ങ നിങ്ങൾ പറിച്ച് അല്ലേ, അത് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ വിൽക്കാമെന്ന് വിചാരിക്കുക. വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും? പൈസ കിട്ടും. അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. കാരണം അതിലെന്തുണ്ട്? വാല്യൂ ഉണ്ട്. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഗുഡ്സ് വാങ്ങിച്ചാലും വിറ്റാലും അതിനെന്തുണ്ടായിരിക്കണം? ഫോർ വാല്യൂ. അത് വിലയ്ക്കായിരിക്കണം, പൈസയ്ക്കായിരിക്കണം. ഇതിനെ പറയുന്ന ടൈമാണ് എന്ത്? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ബിസിനസ് ട്രാൻസാക്ഷൻ? എനി ആക്ട് ഓഫ് എ ബിസിനസ് അല്ലേ, വിച്ച് ഇൻക്ലൂഡ് ബൈയിങ്, സെല്ലിംഗ് ഓർ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും ഫോർ വാല്യൂ. എന്തിനായിരിക്കണം? വിലയ്ക്കായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ്റെ ഏതൊരു ആക്ടിവിറ്റി ആവാം, പ്രവൃത്തി ആവാം, അതിലെന്തടങ്ങണം? ബൈയിങ് ഉണ്ടാവാം, സെല്ലിംഗ് ഉണ്ടാവാം, ഓർ എക്സ്ചേഞ്ചിങ് ഉണ്ടാവാം. എന്താണ് ബൈ ചെയ്യുന്നത്? എന്താണ് സെല്ല് ചെയ്യുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ്, സാധനങ്ങൾ സേവനങ്ങളാണ്. അതെന്തിനായിരിക്കണം? ഫോർ വാല്യൂ, പൈസയ്ക്കായിരിക്കണം. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് വിളിക്കാം. നമുക്ക് മനസ്സിലായില്ലേ പറയുന്നത്? ഈ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും അല്ലേ? 2 ആസ്പെക്ട്സ്. ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ വസ്തുത എന്നാണ് അർത്ഥം. 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് റിസീവിങ് ആസ്പെക്റ്റ് എന്നാണ് പറയുക. റിസീവിങ് ആസ്പെക്റ്റ്, റിസീവിങ് ആസ്പെക്റ്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റിനെ വിളിക്കുന്നു ഗിവിങ് ആസ്പെക്റ്റ്, ഗിവിങ് ആസ്പെക്റ്റ്. ഇങ്ങനെ ഏത് ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്തു നോക്കിയാലും 2 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ്. റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? സ്വീകരിക്കുക എന്നർത്ഥം അല്ലേ? നമുക്ക് കിട്ടുന്നത്. ഗിവിങ് എന്ന് പറഞ്ഞാലോ നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു പാന വാങ്ങിച്ചു, 10 രൂപയ്ക്ക് ഒരു പാന വാങ്ങിച്ചു. ഇതൊരു പ്രവൃത്തിയാണെന്ന് നമുക്കറിയാം അല്ലേ? ഈ പ്രവൃത്തിയിൽ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, മറ്റേ വസ്തു നിങ്ങളുടെ നിന്ന് പോയിട്ടുണ്ടാവും. നിങ്ങൾ 10 രൂപയ്ക്ക് പാന വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? യെസ്, പാനയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? പാന നിങ്ങളിലേക്ക് വന്നു. എന്താ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക? ക്യാഷ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. 10 രൂപ ക്യാഷ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ പാന കിട്ടി, അതാണ് റിസീവിങ് ആസ്പെക്റ്റ്. ക്യാഷ് നിങ്ങളിൽ നിന്ന് പോയി, അതാണ് ഗിവിങ് ആസ്പെക്റ്റ്. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ പഴയ സൈക്കിൾ നിങ്ങൾ വിറ്റു. നിങ്ങളുടെ കൈവശമുള്ള പഴയ സൈക്കിൾ വിറ്റു. വിറ്റപ്പോൾ 1000 രൂപ കിട്ടി നമുക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്. 1000 രൂപയ്ക്ക് നിങ്ങളുടെ ഓൾഡ് സൈക്കിൾ നിങ്ങൾ സോൾഡ് ചെയ്തു, വിറ്റു. ഇതിലും 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ അല്ലേ? ഇവിടെ നിങ്ങൾ 1000 രൂപയ്ക്ക് പഴയ സൈക്കിൾ വിറ്റപ്പോൾ നിങ്ങൾക്ക് 1000 രൂപയാണ് കിട്ടിയത്. അതായത് ക്യാഷ് കിട്ടി നിങ്ങൾക്ക് അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്താ പോയേ? സൈക്കിൾ പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ റിസീവ് ചെയ്തത് 1000 രൂപ ക്യാഷാണ്. ഗിവിങ് നിങ്ങൾ കൊടുത്തത് ആ ഓൾഡ് സൈക്കിളാണ്. അപ്പോൾ അവിടെ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് കിട്ടി, മറ്റൊന്ന് പോയി. ഇങ്ങനെ ഏതൊരു ബിസിനസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻ എടുത്ത് നോക്കിയാലും അതിൽ 2 ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ് ആണ്, മറ്റൊന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആണ്. നമ്മൾ ഈ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഇതിനൊരു ഓമന പേരിട്ട് വിളിക്കാം. റിസീവിങ് ആസ്പെക്റ്റ് നമുക്കൊരു ഓമന പേരിട്ട് വിളിക്കാം. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? റിസീവിങ് ആസ്പെക്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെബിറ്റ് എന്ന് പറയും. ഡെബിറ്റ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഗിവിങ് ആസ്പെക്റ്റിന് നമുക്കൊരു ഓമന പേരിട്ട് കൊടുക്കാം അല്ലേ? അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രെഡിറ്റ് എന്ന് പറയുന്നു. ക്രെഡിറ്റ്. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നതും ഗിവിങ് ആസ്പെക്റ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്രെഡിറ്റ് എന്നും പറയാം. അപ്പോൾ എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും 2 ആസ്പെക്റ്റ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ്, മറ്റൊന്ന് ക്രെഡിറ്റ്. മനസ്സിലായി പറയുന്നത്?
അതായത് നേരത്തെ നിങ്ങൾ പാന് വാങ്ങിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് പാനയാണ്. അപ്പോൾ അവിടെ ഡെബിറ്റ് വരുന്നത് പാനയും, നിങ്ങൾ കൊടുത്തത് ക്യാഷാണ്, നിങ്ങളുടെ ഇത് പോയത് ക്യാഷാണ്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് വന്നിരിക്കുന്നത് ക്യാഷിനാണ്. രണ്ടാമത്തെ എക്സാമ്പിൾ എന്താ പറയുക, നിങ്ങളുടെ പഴയ സൈക്കിൾ നിങ്ങൾ വിറ്റു, നിങ്ങൾക്ക് എന്താ കിട്ടിയത്? അവിടെ ക്യാഷാണ് കിട്ടിയത്. അപ്പോൾ ഡെബിറ്റ് ആസ്പെക്ട് ഏതാ? ക്യാഷാണ്. എന്താ നിങ്ങളുടെ ഇത് പോയത്? സൈക്കിളാണ് പോയത്. അപ്പോൾ അത് ക്രെഡിറ്റ് ആസ്പെക്റ്റ് ആണ്. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഇങ്ങനെ ഫോർ എവറി ബിസിനസ് ട്രാൻസാക്ഷൻ ദർ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 2 ആസ്പെക്ട്. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും അല്ലേ ചുരുങ്ങിയത് 2 ആസ്പെക്ട് ഉണ്ടാവും. വൺ ഈസ് റിസീവിങ് ആസ്പെക്ട് ആൻഡ് അതർ ഈസ് ഗിവിങ് ആസ്പെക്ട് അല്ലേ. റിസീവിങ് ആസ്പെക്ട് ഈസ് നോൺ എസ് ഡെബിറ്റ്. റിസീവിങ് ആസ്പെക്ടിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഗിവിങ് ആസ്പെക്ട് ഈസ് നോൺ എസ് ക്രെഡിറ്റ്. ഗിവിങ് ആസ്പെക്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രെഡിറ്റ് എന്നും പറയുന്നത്. മനസ്സിലായി പറയുന്നത്? അപ്പോൾ ഇവിടെ ബിസിനസ് ട്രാൻസാക്ഷൻ എന്താണെന്ന് പഠിച്ചു. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനും 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന് ഡെബിറ്റ്, മറ്റൊന്ന് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ്. ബുക്ക് കീപ്പിംഗ് എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത് അല്ലേ? ഇപ്പോൾ ടേം മീനിങ് നോക്കുമ്പോൾ ബുക്ക് കീപ്പ് ചെയ്യുക. കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? സൂക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ ബുക്ക് കീപ്പ് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ടാവും. ഇപ്പോൾ പ്ലസ് 1 നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ 6 സബ്ജക്റ്റാണ്. അതിൽ ഇംഗ്ലീഷ്, ഹിന്ദി ഓർ മലയാളം, എക്കോണമി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലേ. ഇങ്ങനെ 6 ബുക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 6 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ 6 സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ 6 സബ്ജക്റ്റുകൾക്കും നിങ്ങൾ 6 സെപ്പറേറ്റ് നോട്ട്ബുക്ക് തയ്യാറാക്കുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണല്ലോ അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, ഒരു ദിവസം ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ, ഒരു ദിവസം നമ്മൾ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ നമ്മൾ നോട്ടായിട്ട് എഴുതി വയ്ക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ നോട്ടായിട്ട് എഴുതി വയ്ക്കുന്നത്? അതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ എന്താണ് എന്ന് പിന്നീട് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നോട്ടായിട്ട് എഴുതി വയ്ക്കുന്നത് അല്ലേ. കാരണം നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല, ഒരുപാട് സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ദിവസം പഠിച്ചത് അല്ലേ, ഈ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് വീട്ടിലെത്തുമ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോഴും എടുത്ത ടോപ്പിക്കുകൾ നമ്മൾ നോട്ട്ബുക്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട്. പിന്നീട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി പറഞ്ഞത്? കാരണം നമുക്കറിയാമല്ലേ, ഹ്യൂമൻ മെമ്മറി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിലേക്ക് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ആ ഒരു പോരായ്മയ്ക്ക് പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുന്നത്. ഇതുപോലെ ഒരു ബിസിനസ്സുകാരൻ ഒരുപാട് പ്രവൃത്തി ഒരു ദിവസം ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ രാവിലെ 8 മണിക്ക് ആൾ കട തുറക്കുന്നു, വൈകിട്ട് 8 മണിക്കാണ് കട അടയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രവൃത്തി ആൾ ചെയ്യുന്നുണ്ടാവും. എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ടാവും ആൾ അല്ലേ? ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ, ഗുഡ്സ് വിറ്റിട്ടുണ്ടാവും. മനസ്സിലായി പറഞ്ഞേ? പിന്നെ അതുപോലെ തന്നെ ചിലപ്പോൾ സ്ഥാപനത്തിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും, ഇലക്ട്രിസിറ്റി ബിൽ അടച്ചിട്ടുണ്ടാവും അല്ലേ, സ്റ്റാഫിന് സാലറി ശമ്പളം കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് പ്രവർത്തികൾ ആൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ പ്രവൃത്തിയിൽ നിന്നൊക്കെ ആൾക്ക് ഒരുപാട് ക്യാഷ് കിട്ടിയിട്ടുണ്ടാവും, കുറച്ച് ക്യാഷ് ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ആൾക്ക് കൃത്യമായിട്ട് എഴുതി വയ്ക്കണം. എങ്ങനെയൊക്കെയാണ് ക്യാഷ് വന്നത്, എങ്ങനെയൊക്കെയാണ് ക്യാഷ് പോയത്, അത് കൃത്യമായിട്ട് എഴുതി വെച്ചെങ്കിൽ മാത്രമേ ആൾക്കത് ഓർമ്മയുണ്ടാവുള്ളൂ. മനസ്സിലായി പറയുന്നത്? അല്ലെങ്കിൽ ചിലപ്പോൾ അല്ലേ എല്ലാ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ക്യാഷ് വന്നത് പോയതെന്ന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലേ ബിസിനസ്സുകാരൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾ ആൾ കൃത്യമായിട്ട് എഴുതി വെക്കുന്നത്. അപ്പോൾ ആ എഴുതി വെക്കുന്ന പ്രോസസ്സിനെയാണ്, പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇപ്പോൾ സാധാരണ കേസിൽ ഇപ്പോൾ സ്കൂളിൽ വരുന്ന സമയങ്ങളിൽ അല്ലേ, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കൊറോണ ഇല്ല, കോവിഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ +1 ക്ലാസ്സുകൾ ആരംഭിച്ച് നിങ്ങൾ ക്ലാസ്സിലേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 6 സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്, 6 സബ്ജക്റ്റിൽ നോട്ട്ബുക്കായിട്ട് നിങ്ങൾ വരാം. മനസ്സിലായി പറഞ്ഞത്? അപ്പോൾ ഈ 6 സബ്ജക്റ്റിൻ്റെ നോട്ട്ബുക്കിൽ ഫസ്റ്റ് പീരീഡ് എക്കോണമിക്സ് ആണ്, എക്കോണമിക്സ് എടുത്ത് നമ്മൾ എഴുതി വയ്ക്കും. മനസ്സിലായി പറഞ്ഞത്? അതുപോലെ തന്നെ അടുത്ത പീരീഡ് ബിസിനസ് സ്റ്റഡീസ്, ബിസിനസ് സ്റ്റഡീസിന് വേറെ ബുക്കാണ്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ ടോപ്പിക്കുകളും എല്ലാ സബ്ജക്റ്റുകളും ഒരു ബുക്കിൽ എഴുതാത്തത്? ഒരു ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ
പിന്നീട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും അല്ലേ. കാരണം ഒരൊറ്റ ബുക്കിൽ ബിസിനസ് സ്റ്റഡീസ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, കമ്പ്യൂട്ടർ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ കുറേ ആകുമ്പോൾ നമുക്കത് റെഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ബുക്കുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അക്കൗണ്ടൻസിക്ക് ഒരു ബുക്ക്, ബിസിനസ്സിന് ഒരു ബുക്ക് അല്ലേ. അപ്പോൾ അക്കൗണ്ടൻസിയുടെ ഒരു പാഠഭാഗമാണ്, ചാപ്റ്ററാണ് നമുക്ക് നോക്കേണ്ടതെങ്കിൽ ആ അക്കൗണ്ടൻസി ബുക്കിൽ മാത്രം നോക്കിയാൽ മതി നമ്മൾ. ശരിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് പോലെ ബിസിനസ്സുകാരനും ഒരുപാട് പ്രവർത്തി ചെയ്യേണ്ടതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു അല്ലേ. ഗുഡ്സ് വാങ്ങിക്കുന്നു, ഗുഡ്സ് വിൽക്കുന്നു, സാലറി കൊടുക്കുന്നു അല്ലേ. ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടാവും. ഈ ഓരോ ആക്ടിവിറ്റിക്കും ആള് ഓരോ ബുക്കുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മനസ്സിലായി പറഞ്ഞത് അല്ലേ. അല്ലാതെ ഒരുമിച്ചല്ല എഴുതുന്നത്, ഓരോ ആക്ടിവിറ്റിക്കും ആൾ ഓരോ ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സെറ്റ് ബുക്ക് ഒരു ബിസിനസ്സുകാരൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ പ്രവർത്തികളാണ് ഒരു ബിസിനസ്സുകാരൻ ചെയ്യുന്നതെങ്കിൽ ആ പ്രവർത്തികൾ അല്ലേ, പ്രവർത്തിയുടെ നേച്ചർ അനുസരിച്ച് കൊണ്ട് രേഖപ്പെടുത്താൻ ഒരു സെറ്റ് ബുക്ക് ആരെയിലുണ്ടാവും, ബിസിനസ്സുകാരൻ്റെ ഉണ്ടാവും. അങ്ങനെ ഒരു സെറ്റ് ബുക്കുകളിൽ അല്ലേ ഈ നടക്കുന്ന ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബുക്ക് കീപ്പിംഗ്, അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ്ങിലേക്ക് നമുക്കൊന്ന് കടക്കാം. നോക്കുക, ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് recording business transactions in a set of books in a systematic manner. ശ്രദ്ധിക്കുക, ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ബുക്ക് കീപ്പിംഗ് ഒരു ആർട്ടാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, കല. ആൻഡ് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ശാസ്ത്രമാണ്. ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. എന്ത് റെക്കോർഡ് ചെയ്യുന്നതാ, ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാ. എവിടെ, ഇൻ എ സെറ്റ് ഓഫ് ബുക്സ്, ഒരു സെറ്റ് ബുക്കുകളിൽ. ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ, അത് റെക്കോർഡ് ചെയ്യാൻ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെങ്കിൽ ഒരു രീതി ഉണ്ട്. തോന്നിയ പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. മനസ്സിലാവുന്നത്. അങ്ങനെ ആ സിസ്റ്റം അനുസരിച്ച് കൊണ്ട് ഒരു സെറ്റ് ഓഫ് ബുക്കിൽ, ഒരു സെറ്റ് ബുക്കുകളിൽ അല്ലേ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ബുക്ക് കീപ്പിംഗ് ഈസ് എൻ ആർട്ട്. ബുക്ക് കീപ്പിംഗ് ഒരു ആർട്ടാന്ന് പറയുന്നു അല്ലേ. എന്താണ് ആർട്ട്? ആർട്ട് എന്ന് പറഞ്ഞാൽ കലയാണ് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം, അപ്പോൾ നിങ്ങളിൽ കുറേ ആൾക്കാർ പാട്ട് പാടുന്നവരുണ്ടാവും, ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, വരയ്ക്കുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒരു ആർട്ടാന്ന് നമുക്കറിയാം. ഇതൊക്കെ ഒരു കലയാണ് അല്ലേ. പാട്ട് പാടുന്നത് ഒരു ആർട്ടാണ് അല്ലേ, ഡാൻസ് ചെയ്യുന്നത് ഒരു ആർട്ടാണ്, ചിത്രം വര അല്ലേ ഒരു ആർട്ടാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ആർട്ട് എന്ന് പറയുന്നത്? ആർട്ടാവണമെങ്കിൽ എന്ത് വേണം? മനസ്സിലായി പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ആർട്ട് എന്ന് പറയുന്നത് അല്ലേ, അതിന് പ്രത്യേക കഴിവ് വേണം, പ്രത്യേക അറിവ് വേണം. അപ്പോൾ കഴിവും അറിവും കൂടിച്ചേർന്നിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് എന്ത്, ആർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആൾക്കാരും പാട്ട് പാടുന്നുണ്ടാവും അല്ലേ. പാട്ട് പാടുന്നത് ഒരു കഴിവാണ്. പാട്ട് പഠിച്ചവരും പാടുന്നുണ്ട്, പഠിക്കാത്തവരും പാടുന്നുണ്ട്. പഠിക്കാത്തവർ പാടുമ്പോൾ നമുക്കറിയാം പാട്ട് പാടാനുള്ളൊരു കഴിവുണ്ട് ആൾക്കെന്ന് പറയാം. പക്ഷേ ആൾ പാട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. പാട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് പാട്ട് പാടുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇപ്പം ഞാനൊരു പാട്ട് പാടിന്ന് വിചാരിക്കുക, ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞാൽ അല്ലേ, ആ പാട്ട് കേൾക്കുന്നത്, സംഗീതം പഠിച്ച ഒരാളാണ് പാട്ട് കേൾക്കണമെങ്കിൽ അല്ലേ, ഒരു 100 തെറ്റൽ കണ്ടെത്തും. പക്ഷെ സംഗീതം പഠിക്കാത്ത ഒരാളെ ചിലപ്പോൾ അല്ലേ ആസ്വദിപ്പിക്കാൻ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞേക്കാം. പക്ഷെ അതിൽ തെറ്റുകുറ്റങ്ങൾ നമുക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതിന് അറിവുണ്ടാവണമെന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ സംഗീതം പഠിക്കാൻ പോകുന്നത്, നൃത്തം പഠിക്കാൻ പോകുന്നത്, വരയ്ക്കാൻ പഠിക്കാൻ പോകുന്നത്. അത് അതിലുള്ള അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിവുള്ള ആൾക്കാർ അല്ലേ അതിനെക്കുറിച്ചിട്ടുള്ള അറിവുണ്ടാവാൻ വേണ്ടി അത് പഠിക്കുന്നു, നൃത്തം പഠിക്കുന്നു, സംഗീതം പഠിക്കുന്നു അല്ലേ, ചിത്രവര പഠിക്കുന്നു. മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ അതിലെന്തുണ്ട്, ആർട്ട് എന്ന് പറയുന്നതിൽ കഴിവുണ്ട്, അറിവുണ്ട്
അല്ലേ? സ്കിൽ ആൻഡ് നോളേജ്, ഇത് രണ്ടും കൂടി ചേർന്നതാണ് കല എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ പാട്ട് പാടണമെങ്കിൽ, ഡാൻസ് ചെയ്യണമെങ്കിൽ അല്ലേ, അതിനുള്ള കഴിവുണ്ടാവണം, അതിനുള്ള അറിവുണ്ടാവണം. മനസ്സിലായി പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ചില ഈ ഐഡിയ സ്റ്റാർ സിംഗർ പോലത്തെ റിയാലിറ്റി ഷോകളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചില പാർട്ടിസിപ്പൻസ് അല്ലേ നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആൾക്കാരാവും അല്ലേ. അപ്പോൾ ആദ്യത്തെ 1-2 റൗണ്ടൊക്കെ അവർ കടന്നു വന്നിട്ടുണ്ടാവും, നമുക്ക് അവരുടെ പാട്ട് ഇഷ്ടമുണ്ടാവും അല്ലേ. പക്ഷെ ക്ലാസിക്കൽ റൗണ്ട് വരുമ്പോൾ പല ആൾക്കാരും അല്ലേ പുറത്തേക്ക് പോണ ഒരവസ്ഥ കണ്ടിട്ടുണ്ട് നമ്മൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ സംഗീതത്തെ കുറിച്ചിട്ടുള്ള അറിവിൻ്റെ കുറവാണ്. മനസ്സിലായ? ചില ആൾക്കാർ ചിലപ്പോൾ ക്ലാസിക്കൽ സോങ് പഠിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായി പറഞ്ഞു, പഠിക്കാതെയാണ് ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ടാവുക. അപ്പോൾ അവർ ആ ക്ലാസിക്കൽ സോങ് എന്ന് പറയുന്ന റൗണ്ടിൽ ചിലപ്പോൾ അവർ പരാജയപ്പെടും. മനസ്സിലായി പറയുന്നത് അല്ലേ. പക്ഷെ നമുക്ക് അവരുടെ പാട്ട് ഇഷ്ടമാണ്, പക്ഷെ പാട്ടിലെ തെറ്റുകുറ്റങ്ങൾ നമുക്കറിയാൻ പറ്റില്ല, ജഡ്ജസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. മനസ്സിലാവും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സംഗീതം നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ആർട്ടാണ്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നതിൽ എന്തുണ്ട്? നോളജ് ആൻഡ് സ്കില്ലുണ്ട്. അതുപോലെ സയൻസ്. എന്താണ് സയൻസ്? ശാസ്ത്രം. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്താണ് സയൻസ് എന്നുള്ളത് അല്ലേ. സയൻസിൽ നിങ്ങൾ പഠിച്ച സബ്ജക്റ്റുകൾ അറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതുപോലെ തന്നെ ബയോളജി, ഇതൊക്കെ സയൻസ് എന്ന് പറയാം നമുക്ക്. പക്ഷെ എന്താണ് സയൻസ്? എന്താണ് സയൻസ്? ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവില്ല എന്താണ് സയൻസ് എന്ന്. ചിലവർക്ക് അറിയുണ്ടാവും, ചിലവർക്ക് അറിവുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, ഇപ്പോൾ ബൾബ് കണ്ടുപിടിച്ചു, റേഡിയോ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ആരാണ് ബൾബ് കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ആരാണ് റേഡിയോ കണ്ടുപിടിച്ചത്? ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണോ നമ്മൾ ബൾബ് കണ്ടുപിടിച്ചത്? അല്ല. ബൾബ് കണ്ടുപിടിച്ചതിൻ്റെ പിന്നിലത്തെ കഥയുണ്ട് അല്ലേ. ഇപ്പോൾ ബൾബ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കാണുന്ന ടൈപ്പ് ബൾബ് അല്ല കേട്ടോ, ഫിലമെൻ്റുള്ള ടൈപ്പ് ബൾബ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇന്നത്തെ CFL-ഉം അതുപോലെ തന്നെ മറ്റുള്ള ബൾബുകളൊക്കെ വരണേക്കാൾ മുമ്പ് ഫിലമെൻ്റ് ടൈപ്പ് ബൾബ് ഉണ്ട്. ഈ ബൾബ് കണ്ടുപിടിക്കുമ്പോൾ, ആദ്യത്തെ ബൾബ് കണ്ടുപിടിച്ച് അത് പരീക്ഷിച്ചപ്പോൾ അല്ലേ അതിന് ഫിലമെൻ്റ് അടിച്ചുപോയി. ഇങ്ങനെ 2ാമത് ആളുണ്ടാക്കി, 3ാമത് ഉണ്ടാക്കി, 4ാമത് ഉണ്ടാക്കി. ഇപ്പോൾ ആ പറയുന്ന കേസുകളിലൊക്കെ ഈ 4ഉം 5ഉം 6ഉം പ്രാവശ്യമൊക്കെ ഉണ്ടായപ്പോഴൊക്കെ അത് പ്രവർത്തിച്ചപ്പോൾ അതിൻ്റെ ഫിലമെൻ്റ് അടിച്ചു പോവാണ് ഉണ്ടായത്. അപ്പോൾ അതിനുള്ള കാരണം ആൾ കണ്ടെത്തി, എന്തുകൊണ്ടാണ് അത് അടിച്ചു പോകുന്നത്. അപ്പോൾ ആ കാരണം കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു 50-100 ബൾബ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് അത് അല്ലേ ഫിലമെൻ്റ് പൊട്ടാത്ത രീതിയിലുള്ള, പെട്ടെന്ന് പൊട്ടാത്ത രീതിയിലുള്ള ബൾബിലേക്ക് കണ്ടുപിടുത്തം എത്തിയെന്ന് പറയുന്നു. അപ്പോൾ ആ കണ്ടുപിടുത്തം നടത്തുന്നത് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല, അതിലൊരുപാട് പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ടുണ്ട്. മനസ്സിലായി പറഞ്ഞേ? ബൾബ് ഉണ്ടാക്കുമ്പോൾ അതിലൊരുപാട് പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അല്ലേ. ഫിലമെൻ്റ് പൊട്ടിപ്പോകുമ്പോൾ എന്തുകൊണ്ടാണ് അത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നത് അല്ലേ, അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ അങ്ങനെ ഒരുപാട് വർഷത്തെ അല്ലേ ഗവേഷണം, അതുപോലെ തന്നെ റിസർച്ച്, അതുപോലെ തന്നെ അല്ലേ എക്സ്പെരിമെൻ്റ്, ഇതൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ ഒരു ശാസ്ത്രീയ കണ്ടുപിടുത്തം ഉണ്ടാവുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് ഒരു ബ്രാഞ്ചാണ്. അതിലെന്തടങ്ങുന്നു? കണ്ടിന്യൂസ് ആയിട്ടുള്ള നിരന്തരമായിട്ടുള്ള പഠനങ്ങളും പരീക്ഷണങ്ങളും ഉണ്ട് അല്ലേ. സ്റ്റഡി ആൻഡ് റിസർച്ച് ഉണ്ട് അതിൽ. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒരു സെറ്റ് ഓഫ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറഞ്ഞു. അത് ആർട്ടാന്ന് പറഞ്ഞു. ആർട്ടാന്ന് പറയാൻ കാരണം എന്താ? അതൊരു കലയാണ്. മനസ്സിലായി പറഞ്ഞു? നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത് അതൊരു കലയാണ്. മനസ്സിലായി? അത് റെക്കോർഡ് ചെയ്യാനുള്ള അറിവുണ്ടാവണം നമുക്ക്. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യാന്നുള്ള അറിവുണ്ടാവണം. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിക്കാൻ പോകുന്നത്. മനസ്സിലായി? അതുകൊണ്ടാണ് അത് ആർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള അറിവുണ്ടാവണം അല്ലേ, അതിനുള്ളൊരു കഴിവ് നമുക്കുണ്ടാവണം. ഇനി എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത് അല്ലേ? സയൻസ് എന്ന് പറയാൻ കാരണം എന്താ? ഇതൊക്കെ നമ്മളൊരു സിസ്റ്റമാറ്റിക് മാനറിലാണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അതായത് ഓരോ ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനും അതിൻ്റെതായ രീതി ഉണ്ട്. ആ രീതി ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. അത് ഒരുപാട് വർഷത്തെ പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾ കുറച്ച് ക്ലാസ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാമെന്ന് പഠിക്കും നിങ്ങൾ അല്ലേ. ആ സിസ്റ്റം ഉണ്ടായത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സിസ്റ്റത്തിലേക്ക് എത്തിയത് ഒരുപാട് വർഷത്തെ പഠനം അതുപോലെ തന്നെ റിസർച്ചൊക്കെ നടത്തിയതിന് ശേഷമാണ്. അതുകൊണ്ടാണ് അതെന്താന്ന് പറയുന്നത്? സയൻസ് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത് കേട്ടോ.
മനസ്സിലായി പറഞ്ഞു. അപ്പം ഇനി നിങ്ങളോട് ആരെങ്കിലും ആർട്ട് എന്താണ് സയൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവണം, ഇതാണ് ആർട്ട് ഇതാണ് സയൻസ് എന്ന്. മനസ്സിലായി പറഞ്ഞത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് ഇസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലേ. ഇന്ന സെറ്റ് ഓഫ് ബുക്ക്, ഒരു സെറ്റ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കുമ്പോൾ അക്കൗണ്ടൻസിയുടെ ബുക്കിലും ബിസിനസ് സ്റ്റഡീസിൻ്റെ ബുക്കിലും റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഒരു സെറ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അതുപോലെ ബിസിനസ്സുകാരൻ്റെ കയ്യിലും ഒരു സെറ്റ് ബുക്ക് ഉണ്ട്. ഗുഡ്സ് വാങ്ങിക്കുന്നത് ഒരു ബുക്കിൽ, ഗുഡ്സ് വിൽക്കുന്നത് വേറെ ബുക്കിൽ അല്ലേ. ക്യാഷ് വരുന്ന റെക്കോർഡ് ചെയ്യാൻ വേറെ ബുക്ക്, സാലറി കൊടുക്കുന്ന റെക്കോർഡ് ചെയ്യാൻ വേറെ ബുക്ക്. അങ്ങനെ ഓരോ പ്രവർത്തിക്കും ആളുടെ കയ്യിൽ എന്തുണ്ടാവും, ഓരോ ബുക്കുകൾ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സെറ്റ് ബുക്ക് ഉണ്ടാവും. മനസ്സിലായി പറഞ്ഞത്. അങ്ങനെ ഒരു സെറ്റ് ബുക്കുകൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം എന്താ ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് ഇസ് ആൻ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. മനസ്സിലായി പറയുന്നത്? ഡെഫിനേഷനാണ് അല്ലെങ്കിൽ മീനിങ് ആണ്. ഇത് നന്നായി പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണ്? ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ അക്കൗണ്ടൻസിനെ സംബന്ധിച്ച് ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏത് ബിസിനസ് സ്ഥാപനത്തിലും ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് അനുസരിച്ച് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡബിൾ എൻട്രി സിസ്റ്റം അനുസരിച്ച് കൊണ്ടാണ് ആ സ്ഥാപനത്തിലെ അക്കൗണ്ട്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഡബിൾ എന്ന് പറഞ്ഞ അർത്ഥം നമുക്കറിയാം, രണ്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. ഏതൊക്കെയാ? ഒന്ന് ഡെബിറ്റ്, മറ്റൊന്ന് ക്രെഡിറ്റ്. ഈ രണ്ട് ആസ്പെക്റ്റുകളും നമ്മൾ റെക്കോർഡ് ചെയ്തു വയ്ക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിങ്ങിൽ നമ്മൾ പഠിച്ചു, ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. ആ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ബുക്ക് കീപ്പിംഗ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ആ ബിസിനസ് ട്രാൻസാക്ഷന് രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റും ക്രെഡിറ്റും. ഈ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നേരത്തെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങളുടെ പഴയ സൈക്കിൾ വിറ്റ കാര്യം. പഴയ സൈക്കിൾ വിൽക്കുമ്പോൾ അതിലത്തെ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയത്, സൈക്കിൾ വിറ്റപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടിയത്, ക്യാഷാണ് കിട്ടിയത് അല്ലേ. ആ ക്യാഷാണ് അപ്പോൾ അവിടുത്തെ ഡെബിറ്റ് ആസ്പെക്റ്റ്. ഇനി സൈക്കിൾ വിറ്റപ്പോൾ, സോൾഡ് ചെയ്തപ്പോൾ എന്താ നിങ്ങളുടെ നിന്ന് പോയത്, അവിടെ ആ സൈക്കിൾ നിങ്ങളുടെ ഇത് പോയി. അപ്പോൾ സൈക്കിളാണ് അവിടെ ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഇത് രണ്ടും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് അവിടെ സൈക്കിൾ വിറ്റപ്പോൾ 1000 രൂപ അല്ലേ ക്യാഷ് കിട്ടിയെന്നും നിങ്ങളുടെ കയ്യിലെ സൈക്കിൾ പോയെന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. മനസ്സിലായി പറയുന്നത്? അപ്പോൾ അവിടുത്തെ ഡെബിറ്റ് ആസ്പെക്റ്റ് എന്താ, ക്രെഡിറ്റ് ആസ്പെക്റ്റ് എന്താ, ഈ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് പറയാമോ? The process of recording the two aspects രണ്ട് ആസ്പെക്റ്റുകൾ, that is debit and credit of a business transaction is known as double entry bookkeeping. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്, the process of recording the two aspects of a business transaction എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നു. ഏത് രണ്ട് ആസ്പെക്റ്റുകൾ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. മനസ്സിലായ? നേരത്തെ പഠിച്ചു, ഫോർ എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ദർ മസ്റ്റ് ബി ടു ആസ്പെക്ട്, വൺ ഈസ് ഡെബിറ്റ് ആൻഡ് അതർ ഈസ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റുകളും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ദ ടു ആസ്പെക്ട്സ് ഓഫ് എ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ്
ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് കേട്ടോ. അപ്പോൾ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ്റെ രണ്ട് ആസ്പെക്റ്റുകൾ, അതായത് ഏതാ, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും, ഇത് റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സ് നമുക്ക് എന്ത് വിളിക്കാം, ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള 95% ബിസിനസ് സ്ഥാപനങ്ങളും അവരുടെ അക്കൗണ്ട് രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഇത് ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലാവണ്ട കേട്ടോ. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ വരും നമുക്ക് കേട്ടോ. അപ്പോൾ ഇന്നെടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി? ഇത് നന്നായി പഠിക്കുക. പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണം. മനസ്സിലായി പറയുന്നത്? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.